ബേസ് ഹേഗംസാദ് സുറിയായ മദ്നഹായ എന്ന പേരിൽ പൗരസ്ത്യ സുറിയാനി ഭാഷയുടെ പഠന ഗവേഷണ കേന്ദ്രത്തിന് നമ്മളിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാർത്തോമ നസ്രാണി സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണ് ഈ സംരംഭം. വേരുകളെ അവഗണിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തിനും പടർന്ന് പന്തലിക്കാൻ കഴിയാത്തതുപോലെ സഭയുടെ അടിസ്ഥാനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നമുക്കും വളർന്നു പന്തലിക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് തീർച്ചയായിട്ടും നമ്മളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പാലാ രൂപതയെ സംബന്ധിച്ചിടത്തോളം പൗരസ്ത്യ സുറിയാനി ഭാഷയുടെ വളർച്ചയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറെ വലുതാണ്. ഇന്ന് പൗരസ്ത്യ സുറിയാനി ഭാഷയിൽ കാണുന്ന നിഘണ്ടുക്കളും വ്യാകരണങ്ങളും എല്ലാം പാലാരൂപതക്കാരായിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളതാണ് എന്ന കാര്യം നമുക്കേറെ അഭിമാനകരമാണ്. അഭിമന്യ പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കടവിൽ ചാണ്ടിക്കത്തനാർ മുതൽ കൂനമാക്കൽ തോമാക്കത്തനാർ വരെയുള്ള സുറിയാനി പണ്ഡിതരുടെ നീണ്ട ഒരു നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ എല്ലാം പൗരസ്ത്യ സുറിയാനി സംബന്ധമായ സംഭാവനകൾ തീർച്ചയായിട്ടും നമ്മുടെ പഠന വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ സുറിയാനി ഭാഷയുടെ ഒരു ലെഗസി കാത്തുസൂക്ഷിക്കുന്ന പാലാരൂപതയുടെ അഭിമന്യ പിതാവ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് വലിയൊരു പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞനാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്. ഒപ്പം സുറിയാനി ഭാഷയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, സുറിയാനിയെ പ്രൊമോട്ട് ചെയ്യുവാൻ ഏറെ പരിശ്രമിക്കുന്ന ഒരു പിതാവാണ്. പിതാവിൻ്റെ മനസ്സിലെ ഒരു സ്വപ്നമായിരുന്നു പൗരസ്ത്യ സുറിയാനി ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു പഠന കേന്ദ്രം, ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങുക എന്നുള്ളത്. അതിൻ്റെ ഒരു എളിയ തുടക്കമാണ് നമ്മളിന്ന് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പിതാവ് നമുക്ക് വിശദീകരിച്ചു തന്നു. സ്വദേശത്തും വിദേശത്തുമുള്ള സിറോ മലബാർ സഭാംഗങ്ങൾക്ക് ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികളും ക്ലാസ്സുകളുമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സുറിയാനി ഭാഷയുടെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കുക, ആരാധനാക്രമത്തിൽ നന്നായിട്ട് പങ്കുചേരുവാൻ സന്നദ്ധരാക്കുക. അതുപോലെ സുറിയാനി ഭാഷയുടെ സൗന്ദര്യം, പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ ആ ഒരു ആഴം മനസ്സിലാക്കാൻ സഭാംഗങ്ങളെ ശക്തരാക്കുക. ഇതെല്ലാം ഈ പഠന കേന്ദ്രത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഉദ്ദേശ്യമാണ്. നമുക്കറിയാം, ഇന്ന് പാശ്ചാത്യരെല്ലാം സുറിയാനിയിലേക്ക് കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം സുറിയാനിയുടെ പഠനമാണ് സുവിശേഷങ്ങൾ, ബൈബിള് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇന്ന് അവർക്ക് സഹായകമായിട്ടുള്ളത്. ഇപ്പോൾ സുറിയാനി എന്ന് പറയുന്നത് വലിയൊരു നിക്ഷേപാലയത്തിലേക്കുള്ള താക്കോലാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് സഭയുടെ ക്രൈസ്തവ പൈതൃകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സുറിയാനി ഭാഷയുടെ പഠനം വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ശ്ലീഹന്മാരുടെ ആത്മീയ ദർശനങ്ങൾ ശരിയായിട്ട് ഗ്രഹിക്കണമെങ്കിൽ സുറിയാനി ഭാഷ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
അതുപോലെ സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ, അതുപോലെ സഭയുടെ ആരാധനാക്രമ ബോധ്യങ്ങൾ, അതുപോലെ തന്നെ സുവിശേഷങ്ങളുടെ പഠനം, ഇതെല്ലാം നന്നായിട്ട് നിർവഹിക്കണമെങ്കിൽ സുറിയാനി ഭാഷയും സുറിയാനി സാഹിത്യവും നമ്മൾ വളരെ അടുത്ത് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചില ബോധ്യങ്ങളിലേക്ക് സഭാംഗങ്ങളെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ മുഖ്യ ലക്ഷ്യം തന്നെ. ഇപ്പം നമുക്കറിയാം, പിതാവ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുറിയാനിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നതാണ്. സുറിയാനി പഠനത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് ആ ടോക്കിലൂടെ നമ്മളെല്ലാവരും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമതായിട്ട്, സുറിയാനി എന്ന് പറയുന്നത് ഈശോയുടെ ഭാഷയാണ് എന്നുള്ളതാണ്. ഈശോ സംസാരിച്ച ഭാഷയാണ്. അതാണ് സുറിയാനിയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത്. ഈശോ സംസാരിച്ച ഭാഷ മാത്രമല്ല, ഈശോ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പഠിപ്പിച്ച ഭാഷയാണ് സുറിയാനി ഭാഷ. രണ്ടാമതായിട്ട്, ശ്ലീഹന്മാരും പരിശുദ്ധ കന്യകാമറിയവും ഈ ഭാഷയിലാണ് സുവിശേഷം കേട്ടത് എന്നുള്ളതാണ്. ശ്ലീഹന്മാർ ഈശോയുടെ നാവിൽ നിന്നും സുവിശേഷം കേട്ടത് ഈ അറമായിക് ഭാഷയിലാണ്. ക്രിസ്ത്യൻ അറമായിക്കാണ് സുറിയാനി എന്ന് നമുക്കറിയാം. ഇതേ ഭാഷയിലാണ് ശ്ലീഹന്മാർ ശ്രവിച്ചത്. മൂന്നാമതായിട്ട്, സുവിശേഷം ആദ്യം പ്രചരിപ്പിക്കപ്പെട്ട ഭാഷ അറമായിക്കാണ്. സുവിശേഷം ആദ്യമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് അറമായിക് ഭാഷയിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പാലസ്തീന, അറേബ്യ, മെസപ്പൊട്ടോമിയ, ഇന്ത്യ, പേർഷ്യ ഇവിടങ്ങളെല്ലാം സുവിശേഷം പ്രചരിപ്പിക്കപ്പെട്ട ഭാഷയെന്ന് പറയുന്നത് അറമായിക്കായിരുന്നു. അതുകൊണ്ട് ഈ ഭാഷ ക്രിസ്തീയ പൈതൃകത്തിൻ്റെ ഉറവിടം സെമറ്റിക് ലാംഗ്വേജാണ്, അറമായിക്കാണ്. പിന്നീട് നമുക്കറിയാം, ക്രൈസ്തവ സമൂഹം വളർന്നു വന്നത് ഗ്രീക്ക് പശ്ചാത്തലത്തിലാണെങ്കിലും അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അറമായിക്കിലാണ്. അതാണ് അറമായിക്കിൻ്റെ വലിയ ഒരു പ്രാധാന്യമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം സുവിശേഷം പ്രചരിക്കപ്പെട്ട ഭാഷ എന്ന് മാത്രമല്ല, അറമായിക്ക് നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അറമായിക്കാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. പിന്നീട് അത് ഗ്രീക്കിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട് പലതും ഗ്രീക്കായിട്ട് മാറിയെങ്കിലും ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ അറമായിക്കാണ്. നമുക്കറിയാം, സെമറ്റിക് ലാംഗ്വേജിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ സിറിയക്കാണ്. പിതാവ് അക്കാര്യം ടോക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പഴക്കമുള്ള സെമറ്റിക് ഭാഷയാണ് അറമായിക്.
പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ അമ്മാവനായ ലാബാനെക്കുറിച്ച് പറയുന്നത് അവൻ അറമായനായിരുന്നുവെന്നാണ്. അബ്രാഹവും പൂർവ്വപിതാക്കന്മാരും കാനാൻ ദേശത്തേക്ക് വരുന്നതിന് മുമ്പ് അവർ സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു അറമായിക്ക് ഭാഷ. അപ്പം അതുകൊണ്ട് തന്നെ അറമായിക്ക് എല്ലാ സെമറ്റിക് ലാംഗ്വേജിലും ഏറ്റവും പഴക്കമുള്ള ഒരു ഭാഷയാണ്. ആറാമതായിട്ട് ബൈബിളിൻ്റെ മൂലഭാഷയാണ് അറമായിക്ക് എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ മൂലഭാഷകൾ നമുക്കറിയാം, ഹീബ്രു, ഗ്രീക്ക്, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂലഭാഷയാണ് അറമായിക്ക് എന്ന് പറയും. പഴയ നിയമത്തിൽ ഏതാണ്ട് 268 വാക്യങ്ങൾ അറമായിക്കിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് എസ്രായുടെ പുസ്തകത്തിലും ദാനിയേലിൻ്റെ പുസ്തകത്തിലുമൊക്കെ ധാരാളം അറമായിക്ക് വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് അനേകം ശൈലികൾ, വാക്യങ്ങൾ, സ്ഥലനാമങ്ങൾ, വ്യക്തിനാമങ്ങളെല്ലാം അറമായിക്കിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മൂലഭാഷയാണ് അറമായിക്ക്. ബൈബിളിൻ്റെ മൂലഭാഷ എന്ന തരത്തിൽ ബൈബിൾ പഠിതാക്കൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷ കൂടിയാണ് അറമായിക്ക് ഭാഷ എന്ന് പറയുന്നത്. വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭാപിതാക്കന്മാരുടെ ഭാഷയാണ് സുറിയാനി. സഭാപിതാക്കന്മാർ തങ്ങളുടെ പഠനങ്ങൾ നിർവഹിച്ചിട്ടുള്ള പല ഭാഷകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് സുറിയാനി. ഗ്രീക്ക്, ലത്തീന്, അതുപോലെ അർമേനിയൻ, കോപ്റ്റിക്ക്, ജോർജിയൻ, ഇങ്ങനെ പല ഭാഷകളിൽ സഭാപിതാക്കന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഭാഷയായിരുന്നു സുറിയാനി. സുറിയാനി സഭാപിതാക്കന്മാർ എന്ന ഒരു വിഭാഗം സഭാപിതാക്കന്മാർ തന്നെയുണ്ട്. പിതാവ് അവരിൽ ചിലരെയാണ് തുടക്കത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അവരെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ പിന്നീട് നടത്തും. അപ്പോൾ ഈ സുറിയാനി സഭാപിതാക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഗ്രീക്ക് റോമൻ സ്വാധീനമില്ല എന്നുള്ളതാണ്. ഗ്രേക്കോ റോമൻ ചിന്തകളുടെ സ്വാധീനമില്ലാത്ത പ്യുവർ സെമറ്റിക് രീതിയിൽ ചിന്തിച്ച ആളുകളാണ് സുറിയാനി സഭാപിതാക്കന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ രചനകളുടെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിനോട് ചേർന്ന് നിൽക്കുന്ന രചനാസങ്കേതങ്ങളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പിതാക്കന്മാരുടെ കൃതികൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ സുറിയാനി ഭാഷ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രം, ആരാധനാക്രമം, ഇതെല്ലാം എഴുതപ്പെട്ട ഒരു ഭാഷയാണ്. സഭാശാസ്ത്രം എല്ലാം എഴുതപ്പെട്ട ഭാഷയാണ് സുറിയാനി. ഇപ്പോൾ സുറിയാനി പഠിച്ചാൽ മാത്രമേ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ ആ ഉത്ഭവവും അതിൻ്റെ ചൈതന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ദൈവശാസ്ത്രത്തിൻ്റെയും ആരാധനാക്രമവും ഒറിജിനലായിട്ട് രൂപപ്പെട്ട ഭാഷയാണ് സുറിയാനി ഭാഷ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സുറിയാനി ഒരു മധ്യവർത്തി ഭാഷയാണ്. മധ്യവർത്തി ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുറിയാനിയിൽ ഒറിജിനലായിട്ട് ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ധാരാളം ട്രാൻസ്ലേഷൻസ്, തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നും ധാരാളം ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് അരിസ്റ്റോട്ടിലിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെയും ധാരാളം കൃതികൾ ഗ്രീക്കിൽ നിന്ന് സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തർജ്ജമകൾ വഴിയാണ് ഗ്രീക്ക് ഫിലോസഫി അറബികൾക്ക് മനസ്സിലായത്. അറബികൾ ഇത് അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പിന്നീട് പാശ്ചാത്യ ദേശത്ത് ഈ ഗ്രീക്ക് ഫിലോസഫി എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ സുറിയാനിയാണ് ഈ ഗ്രീക്ക് തത്വചിന്ത പാശ്ചാത്യ ദേശത്തേക്കൊക്കെ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത് എന്നത് ഈ സുറിയാനിയുടെ പഠനത്തിൻ്റെ പ്രാധാന്യം എത്രയോ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നത്,
നമ്മുടെ മാർത്തോമാ ക്രിസ്ത്യാനികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ഭാഷയാണ് സുറിയാനി. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു ഭാഷ. നമുക്കറിയാം, മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്ന് അറമായിക്കിലാണ് സുവിശേഷം അറിയിച്ചതെന്നാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ചിരുന്നത്. 1578 ഒരു കൂട്ടം മാർത്തോമാ ക്രിസ്ത്യാനികൾ പോപ്പ് ഗ്രിഗറി 13 എഴുതിയ കത്തിൽ പറയുന്നത്, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് ലഭിച്ച സുറിയാനി ഭാഷയിലാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ, അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നാണ് അവർ പറഞ്ഞത്. മാർത്തോമാ ശ്ലീഹായുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിച്ചത് അറമായ ഭാഷയിലാണ് സുവിശേഷം. കാരണം അറമായിക്ക് BC 6-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മുഴുവനും ഔദ്യോഗിക ഭാഷയായിരുന്നു. അതൊരു വിദേശ വാണിജ്യ ഭാഷയായിരുന്നു. ഒരു 6-ാം നൂറ്റാണ്ട് AD 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അറബിയൊക്കെ മുസ്ലിങ്ങൾ മധ്യപൗരസ്ത്യ ദേശത്തൊക്കെ ആധിപത്യം സ്ഥാപിക്കുന്നത്. AD 7-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അപ്പോൾ 7-ാം നൂറ്റാണ്ടിന് മുമ്പ് മധ്യ പൗരസ്ത്യ ദേശത്തെല്ലാം പ്രചാരത്തിലിരുന്ന അറമായിക്കാണ്. അത് വിദേശ വാണിജ്യ ഭാഷയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ധാരാളം വിദേശ വ്യാപാരികൾ വന്നിരുന്നു. ഇവിടെ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ ബാബിലോണിയയിലേക്കും അവിടെ നിന്ന് അലക്സാണ്ട്രിയയിലേക്കും അതുപോലെ അറബി ദേശങ്ങളിലേക്കും ഒക്കെ അവർ കൊണ്ടുപോയിരുന്നു. ഇതിന് അവരുപയോഗിച്ചിരുന്ന ഭാഷ അറമായിക്കായിരുന്നു. ധാരാളം യഹൂദ വ്യാപാരികൾ കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ചരിത്ര രേഖകൾ നമുക്ക് ലഭ്യമാണ്. ഇവർ സംസാരിച്ചിരുന്നത് അറമായിക് ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തോമാശ്ലീഹ അവരോടൊപ്പം കേരളത്തിലെത്തുകയും ഈ ഭാഷയിൽ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇടയാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർത്തോമാ ക്രിസ്ത്യാനികൾ ഈ ഭാഷയെ നെഞ്ചോട് വെച്ച് സ്നേഹിക്കുകയും 1968 വരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ, ഏതാണ്ട് 2 സഹസ്രാബ്ദ കാലം സുറിയാനി ഭാഷയെ ഒട്ടും കൈവിടാതെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാത്തു സൂക്ഷിച്ചെങ്കിൽ എത്രമാത്രം അവർ ഈ ഭാഷയെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാരമ്പര്യത്തെ അവഗണിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ പുതിയ ഈ തലമുറയുടെ ഒരു ഉത്തരവാദിത്വമാണ് ഈ ഭാഷ മാഞ്ഞു പോകാതെ, ചരിത്രത്തിൽ മാഞ്ഞു പോകാതെ അതിനെ കാത്തു സൂക്ഷിക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ഭാഷ വളരെ കരുതലോടുകൂടെ പഠിക്കണം. ഇതിൻ്റെ ആദ്യാക്ഷരങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ആദ്യാക്ഷരങ്ങൾ മുതൽ ഇതിൻ്റെ വ്യാകരണവും എല്ലാം നമുക്ക് നന്നായിട്ട് പഠിച്ച് വായിക്കാനും നന്നായിട്ട് എഴുതാനും തക്കവണ്ണം നമുക്ക് സുറിയാനി ഭാഷയിൽ സജ്ജരാകാം. അതിന് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. നന്ദി.